വിശ്വാസം കൊണ്ട് എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ബൈബിളിൽ ഒത്തിരി പേര് തെളിയിച്ചിട്ട് ആ തെളിയിച്ചവരുടെ ചരിത്രം എഴുതി ദൈവം നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമായിട്ട് തന്നു. എന്തിനാണ്? നമ്മുടെ ഹോംവർക്കാണ്. നമ്മുടെ വീട്ടിൽ ഇനിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ അങ്ങോട്ട് ചെയ്താൽ മതി. അതിനുള്ള ഓരോ താളുകളും മറിക്കും തോറും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടികൾ ഈ താളുകളിൽ കിടപ്പുണ്ട്. ഈ താളുകൾ തുറക്കാതെ നാം എൻ്റെ ദൈവം എന്തുകൊണ്ട് എനിക്ക് മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. നാം വേദപുസ്തകം വായിക്കണം, വിശ്വസിക്കണം. എന്നിട്ട് നമ്മുടെ പിതാക്കന്മാർ പോയതുപോലെ തന്നെ നമുക്ക് വെച്ചിരിക്കുന്ന, കർത്താവ് വെച്ചിരിക്കുന്ന മാതൃക പിന്തുടർന്ന് നമ്മൾ അതിലൂടെ തന്നെ കടന്നു പോകണം. മാത്രമല്ല, എബ്രായലേഖനം 12-ാം അധ്യായം തുടങ്ങുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. എബ്രായലേഖനം 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം. ഇതിനകത്തുള്ള ഇത് കേൾക്കുന്ന എല്ലാവരുടെ മുൻപിൽ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ കാരണം എന്താണ്? ആ പഠനം വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി മെനക്കേടാ. രാവിലെ കുളിച്ച് ഒരുങ്ങി അവിടെ ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ വഴക്ക്, അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ വീട്ടുകാരുടെ വഴക്ക്, അതിനിടയ്ക്ക് ട്യൂഷന് ചെല്ലുമ്പോൾ ട്യൂഷൻ ടീച്ചറിൻ്റെ വഴക്ക്. ഇതെല്ലാം സഹിക്കുന്നത് എന്താണ്? ഇതെല്ലാം കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇവർക്ക് മുമ്പായി പഠിച്ചവരെല്ലാം ഉയർന്ന തലങ്ങളിലെത്തി. അതുകൊണ്ട് ഇവർക്കറിയാം ഞങ്ങൾ പഠിച്ച് ഉയരങ്ങളിലെത്തും. അപ്പോൾ മുൻപിൽ വലിയൊരു സന്തോഷമുണ്ട്. നാളെയിൽ ഒരു സന്തോഷമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനാ ജീവിതമൊന്നും ഉണ്ടാകില്ല. നാളെയിൽ വലിയ സന്തോഷം, അതാണ് ആമേൻ വിശ്വാസം. നാളുകളിൽ, ഇന്നുകളിൽ ഞാൻ വേദനയിലാണ്, എന്നാൽ എനിക്കൊരു നല്ല നാളെയുണ്ട്. എൻ്റെ വീടിന് നല്ലൊരു നാളെയുണ്ട്. എൻ്റെ തലമുറകൾക്ക് നല്ല നാളെയുണ്ട്. ഇന്ന് ഞാൻ ചില പ്രശ്നങ്ങളിലാണ്, എന്നാൽ എനിക്ക് നല്ല നാളുകളുണ്ട്. എത്ര പേർ അത് വിശ്വാസത്തോടെ കൈയടിച്ച് സ്വീകരിക്കും? എനിക്ക് നല്ല നാളുകളുണ്ട് പറയണം. എപ്പോഴും ഒരു ദൈവ പൈതൽ പറയണം, ആശിക്കുന്നതിൻ്റെ ഉറപ്പോടെ. എബ്രായലേഖനം 11:1 പറയുന്നു, വിശ്വാസമെന്ന് പറഞ്ഞാൽ ആശയാണെന്ന്. ആശ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, കാണാത്ത കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. ഇതാണ് വിശ്വാസം പറയുന്നത്. ഇന്ന് വരെ നീ കണ്ടിട്ടില്ല, എന്നാൽ അതെല്ലാം നടക്കും. എന്നാൽ വിശ്വാസമില്ലാത്തവർക്ക് നിരാശയായിരിക്കും. ആശയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു വാക്കാണ് എന്ത്? നിരാശ. അബ്രഹാം അതിനോട് എതിർത്തെന്നാണ് റോമാലേഖനം 4 അവിടെ നമ്മൾ 17 മുതൽ വായിക്കുമ്പോൾ, ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ നിരാശകളെ എതിർത്തു എന്നാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. 4:18 നിന്റെ സന്തതി ഇതുപോലെയാകും, ഈ വണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി ഇതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. എപ്പോഴാ പറഞ്ഞത്? ഒരു സന്തതി പോലും ഇല്ലാത്ത സമയത്ത് നിന്റെ സന്തതി ഇങ്ങനെയാകും. നിന്റെ സന്തതികൾ അന്യദേശത്ത് പാർക്കും. നിന്റെ സന്തതികൾ കുറേ നാള് അടിമനുഖത്തിലായിരിക്കും. എന്നാൽ നിന്റെ സന്തതി വലിയൊരു കൂട്ടത്തോടെ കടന്നു വരും. അബ്രഹാം ചോദിക്കുന്നു, എനിക്കൊരു കുഞ്ഞു പോലും ഇല്ലല്ലോ, ഈ ആകാശത്തിലെ നക്ഷത്രമൊന്നും എനിക്ക് വേണ്ട, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ മതി. ഇതിനൊന്നും ദൈവം മറുപടി പറയുന്നില്ല. അബ്രഹാമേ, നിന്നെ ഞാൻ വിളിച്ചത് ചെറിയ കാര്യത്തിനല്ല, വലിയ കാര്യത്തിനാണ്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഇനി നീ അബ്രഹാമായി ജീവിച്ചാൽ പോരാ, നീ അബ്രഹാമാകണം.
ആമേൻ. 17-ാം അധ്യായത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകം 17 വരുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഇനി മുതൽ അബ്രാമല്ല, നീ അബ്രഹാമാണ്. എന്നിട്ടും തലമുറകളില്ല. നിരാശ, അവിടെയെല്ലാം നിരാശയാണ്. എന്നാൽ റോമർ 4:18 പോലെ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, നിരാശകളെ അതിജീവിച്ചു എന്ന്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും പറയണം, അബ്രഹാമിനെ വിടുവിച്ച ദൈവം, ഇസ്ഹാക്കിനെ മാനിച്ച ദൈവം, യാക്കോബിനെല്ലാം തിരിച്ചു കൊടുത്ത ദൈവം, ജോസഫിനെ സകല സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം, മോശയെ 80-ാമത്തെ വയസ്സിൽ എഴുന്നേൽപ്പിച്ച ദൈവം, യോശുവയെ ആമേൻ വാഗ്ദത്ത കനാനിൽ എത്തിച്ച് ജയാളിയാക്കിയ ദൈവം, കാലേബിനെ ധൈര്യശാലിയാക്കിയ ദൈവം, ഏലിയാവിനെ ഒറ്റക്ക് നിർത്തി ആമേൻ തീ കൊണ്ട് ഉത്തരം കൊടുത്ത ദൈവം, ഏലീശയ്ക്ക് ഇരട്ടി പങ്ക് കൊടുത്ത ദൈവം, കാട്ടിൽ കിടന്ന ആട്ടിടയനെ രാജാവാക്കിയ ദൈവം എന്ന് വേണ്ട ചരിത്രങ്ങൾ ഉണ്ടാക്കിയ ദൈവം ഇന്ന് എൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടിയും ഈ ദൈവം പ്രവർത്തിക്കും. കൈകളടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്ക്, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിരാശകളോട് വിട പറയണം. അടുത്തിരിക്കുന്നവരോട് പറ, നിരാശകളോട് ടാറ്റ പറയണം. നിരാശ നമ്മെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തുന്നതാണ് നിരാശ, നമ്മെ കിടത്തിക്കളയുന്നതാണ് നിരാശ. ഏലിയാവ് പറയുകയാണ്, കർത്താവേ മതി, എനിക്കിനി മരിച്ചാൽ മതി കർത്താവേ. എന്നാൽ ഏലിയാവിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചു ദൈവം. അപ്പവും വെള്ളവും, സ്വർഗത്തിലെ അപ്പവും വെള്ളവും കൊടുത്തത് ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, അവന്റെ മേലുള്ള വിളിയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല. കഴിഞ്ഞ ആഴ്ച ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, അതുകൊണ്ട് ഭയങ്കര വിടുതലായിരുന്നു. ഈ ആഴ്ച ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാണ്, അതുകൊണ്ട് വിടുതലില്ലെന്നല്ല. എനിക്ക് തോന്നുന്നു അവനാ തളർന്ന് മയങ്ങി മനസ്സും അടുത്ത് നിരാശപ്പെട്ട് കിടന്നപ്പോഴാണ് ദൈവം തൻ്റെ ദൂതനെ അവൻ്റെ അടുക്കലേക്ക് അയച്ചത്. അവൻ ഇതുവരെ കാണാത്തൊരു തുറന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് അപ്പവും വെള്ളവും കൊടുത്തവനെ പോഷിപ്പിക്കുന്നത് അവൻ നേരെ കാണുകയാണ്. നാം നിരാശപ്പെട്ടാലും ദൈവം നമ്മെ വിടില്ല. ദൈവം നമ്മെ വിശ്വാസികളായി വിളിച്ചിരിക്കുന്നു, വിശ്വാസത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം എന്തായിത്തീരും? പാപമാണ്. നമ്മളത് ഒരിക്കൽ ചിന്തിച്ചതാണ്. വിശ്വാസത്തിൽ നിന്ന് വരാത്തതാണ് നിരാശ, വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് സന്തോഷം, പ്രത്യാശ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും വിശ്വാസത്തിൻ്റെ തികഞ്ഞ പ്രവൃത്തി നമുക്കുണ്ടാകണം, വിശ്വാസത്തിൻ്റെ ചലനം നമുക്കുണ്ടാകണം, വിശ്വാസത്തിൻ്റെ ചുവടുകൾ നാം വെക്കണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഈ കഴിഞ്ഞ ദിവസം PG വർഗീസ് അങ്കിള് ഇങ്ങനെ ഒരു പേപ്പർ ഇവിടെ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം എനിക്കൊരു ഇതുപോലെ ഒരു പേപ്പർ തന്നേച്ചു പോയി. അപ്പോൾ ഈ ഞായറാഴ്ച ഇത് എത്ര പേർക്ക് കിട്ടി? എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങളുടെ പേരും ഇന്നത്തെ ഡേറ്റും എഴുതി 10 കുടുംബങ്ങൾ, നിങ്ങൾ നേടാൻ പോകുന്ന 10 കുടുംബങ്ങളുടെ പേര് ഒരു വശത്ത് എഴുതുക, മറ്റേ വശത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതിക്കോ. അത് ആർക്കെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അവർക്കും തീ പിടിക്കണം. അതുപോലത്തെ കുറെ വിശ്വാസത്തിൻ്റെ വാക്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കണം. ഞാനെപ്പോഴും എഴുതുന്ന വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലത് നൽകാതിരിക്കുമോ? റോമർ 8:32 വാക്യം. ഏത് സമയത്ത് വിളിച്ചാലും എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം അത് പറയും. കാരണം പുത്രനെ തന്നെങ്കിൽ ബാക്കിയെല്ലാം ദൈവം നമുക്ക് തരും. എന്ത് ചോദിച്ചാലും കർത്താവ് നമുക്ക് തരും. ഇന്ന് നമ്മൾ ആ കൈകോർത്ത് നിന്നപ്പോൾ നമ്മൾ ചോദിച്ചത് പലതും കർത്താവ് തന്നു കഴിഞ്ഞു. നമ്മുടെ വിശ്വാസം ഇന്ന് ജീവൻ പിടിക്കട്ടെ. അല്പസമയം കൈകളെ തട്ടിക്കൊണ്ട് ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു ആക്ഷനാണിത്. ഇത് എഴുതി വെച്ചിട്ട് നമ്മുടെ ബൈബിളിൽ വെക്കണം, ബൈബിളിൽ വെക്കണം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മയിൽപീലി കൊണ്ടുവന്ന് ബൈബിളിൽ
അല്ല, ബുക്കിൽ വെക്കും. മയിൽപ്പീലി ബുക്കിൽ വെച്ചിട്ട് കൂട്ടുകാർ പറയും മയിൽപ്പീലി പ്രസവിക്കുമെന്ന്. എന്നിട്ട് മയിൽപ്പീലി 2 3 എന്ന് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നോക്കും. എന്നാൽ ഈ എഴുതിയതുണ്ടല്ലോ, ഇത് ജീവിക്കും. ഇതിനകത്തൊരു ചലനമുണ്ടാകും. ഈ എഴുതിയതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണും. ഈ വർഷത്തിന്റെ ഒടുവിലെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൽ പലതിലും ടിക്കിടും, ശരിയിടും. ദൈവം ചെയ്തത് ശരിയിടും. അതുപോലെ മറുപടികൾ ഉണ്ടാകും. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അതിനെ നമുക്ക് കടന്ന് ഒന്ന് വിശ്വസിക്കാം. എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 3 വാക്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്നല്ല, വിശ്വാസത്താൽ അറിയും. നമുക്ക് വിശ്വാസമാണ്. എന്താണ്? ഈ കാണുന്ന ലോകമെല്ലാം ഉണ്ടായത് കാണാത്ത ഒരു വാക്കിൽ നിന്നാണ്. ഉണ്ടാകട്ടെ വാക്കുകളിൽ നിന്നാണ് ഈ ദൃശ്യമായ, ഈ മനോഹരമായ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതെല്ലാം ഉണ്ടായത്. ഇനി കണ്ണുണ്ടായത് എന്തുകൊണ്ടാണ്? ഈ വചനത്താലാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ദൈവം കാണുന്ന ഒരു മനുഷ്യനെ ഉണ്ടാക്കി, കാണുന്ന ജീവികളെ ഉണ്ടാക്കി. ഇതെല്ലാം ആസ്വദിക്കാൻ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു ശരീരമുണ്ടാക്കി നമ്മിൽ ജീവൻ ഊതി ജീവനുള്ള മനുഷ്യരായി നാം എഴുന്നേറ്റു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ വേദപണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് ഏദൻ തോട്ടത്തിൽ മാത്രം 2500 തരം മരങ്ങളുണ്ടായിരുന്നെന്നാണ്. അതിനകത്ത് പാഴ്മരങ്ങളൊന്നുമില്ല, എല്ലാം പഴമുള്ള നിറഞ്ഞ. നമുക്ക് ആകെ അറിയാവുന്ന ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, തീർന്നു. പിന്നെ പേരക്ക, പപ്പായ. ഇതോടുകൂടി നമ്മുടെ ലോകം അവസാനിച്ചു. ഇല്ല, ഇതിനപ്പുറത്ത് നിരവധി പഴങ്ങളുണ്ട്. നിരവധി 2500 തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നു. അന്ന് മനുഷ്യന് ദൈവം തിന്നാൻ കൊടുത്തത് ചിക്കൻ ബിരിയാണി അല്ല, പിന്നെ എന്താണ്? പഴവർഗ്ഗങ്ങൾ തിന്നാനാണ്. ദൈവം മനുഷ്യന്റെ ശരീരഘടന തന്നെ വിത്തുകളും പഴങ്ങളും തിന്നാനും പറ്റിയ ശരീരഘടനയാണ്. എന്നാൽ ഈ ശരീരത്തിലോട്ട് ഇറച്ചി മീനും ചെന്നതോടുകൂടി ആയുസ് കുറഞ്ഞു പോയതാണ്. കഴിച്ചോ? ആവശ്യം പോലെ കഴിച്ചോ? അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ കാണാം. ഇനി മനുഷ്യന്റെ ആയുസ് 120 ആകും എന്ന് 6 അധ്യായത്തിൽ പറഞ്ഞു. 8 അധ്യായത്തിൽ ദൈവം നോഹയോട് പറഞ്ഞു, നിങ്ങൾക്കിനി മാംസം ആവശ്യം പോലെ തിന്നാം. അതിനു മുമ്പോ ഈ 2500 പഴവർഗ്ഗങ്ങളിൽ നിന്ന് ആവശ്യം പോലെ തിന്നാം. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? തോട്ടത്തിൽ വെച്ച് ഒരു വൃക്ഷത്തിന്റെ പഴം തിന്നരുതെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് തന്നെ തിന്നേക്കാം. ഇവൻ 2500 തിന്നില്ല. അതിനകത്ത് ഒരെണ്ണം തെരഞ്ഞു പിടിച്ച് അത് മാത്രം തിന്നു. ഇതാണ് പിശാചിന്റെ തന്ത്രം. ദൈവം എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഒരിക്കലൊരു മോനോട് അപ്പൻ പറഞ്ഞു, മോനെ, എൻ്റെ ഈ ലൈബ്രറിയിൽ, പുസ്തക ശേഖരത്തിൽ നിനക്കെല്ലാ പുസ്തകവും വായിക്കാം, എന്നാൽ ഞാൻ അടയാളപ്പെടുത്തിയ പുസ്തകമില്ലേ, അത് നിനക്ക് 18 വയസ്സായ ശേഷമേ വായിക്കാവൂ. അവന് ഉറക്കമില്ല, അവന് 15 വയസ്സായി. അതെന്തായിരിക്കും? അവനാകെ വായിച്ചത് ഏത് പുസ്തകമാണെന്നറിയാമോ? ആ പുസ്തകമാണ്. ഇത് തന്നെയാണ് മനുഷ്യ ജീവിതം. എന്തെങ്കിലും അരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ തെരഞ്ഞു പിടിക്കണം. ഇത് മനുഷ്യന്റെ ഒരു പാപ സ്വഭാവമാണ്. ഇതുപോലെയാണ് ദൈവം എത്ര നന്മ വെച്ചാലും ഒരു തിന്മയിലേക്ക് എങ്ങനെ നമ്മെ വലിച്ചുകൊണ്ട് പോകാം, എങ്ങനെ നമ്മെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാം,
അനുഗ്രഹത്തിൽ നിന്ന് പുറത്താക്കാം, അഭിവൃദ്ധിയിൽ നിന്ന് പുറത്താക്കാം, തേജസ്സിൽ നിന്ന് പുറത്താക്കാം, സന്തോഷത്തിൽ നിന്ന് പുറത്താക്കാം. എല്ലാ ദിവസവും ഇറങ്ങി വന്ന് ദൈവത്തോടുകൂടെ നടക്കുന്ന ആനന്ദത്തിൽ നിന്ന് എങ്ങനെ നമ്മളെ പുറത്താക്കാം, ഇതാണ് പിശാചിന്റെ പ്ലാൻ. എന്നാൽ ഒന്നാമത്തെ ആദാമിന് പറ്റിയ എല്ലാ വീഴ്ചകളിൽ നിന്നും യേശു കർത്താവ് നമ്മെ തൻ്റെ രക്തം കൊണ്ട് വിടുവിച്ച് വീണ്ടും ഈ അനുഗ്രഹത്തിന്റെ പറുദീസയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ഹൃദയം അതാണ്. ക്രൂശിലെ കള്ളനോട് കർത്താവ് പറഞ്ഞിട്ട് മരിച്ചത് ഇതാണ്: ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ ഉണ്ടാകും. യേശുവിൻ്റെ ഹൃദയം അതാണ്. നിനക്ക് നഷ്ടപ്പെട്ട നിനക്ക് നഷ്ടപ്പെട്ട പറുദീസ തിരിച്ചു തരാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവിൻ്റെ ഇഷ്ടം അതാണ്. നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ സമൃദ്ധികളും, എല്ലാ ഐശ്വര്യവും, എല്ലാ ആരോഗ്യവും, എല്ലാ സമാധാനവും, എല്ലാ സന്തോഷവും, എല്ലാ സ്വസ്ഥതയും നമുക്ക് മടക്കി തരാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും വീണ്ടെടുക്കാൻ കഴിയും. അവൻ വീണ്ടെടുപ്പുകാരനാണ്. കൈകളടിച്ച് കർത്താവിന് നന്ദി പറ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ഇവിടെ എത്ര പേർ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം, പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ വർഷങ്ങൾക്ക് പകരം എൻ്റെ ദൈവം എനിക്കെല്ലാം മടക്കി തരും? എത്ര പേർ കൈകൾ അടിച്ച് അതിനെ സ്വീകരിക്കും? എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഉറച്ചു പറ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തിരിച്ചു പിടിക്കും. എന്തെല്ലാം നഷ്ടപ്പെട്ടു? ആരോഗ്യം, സ്വസ്ഥത, നന്മകൾ. അതായത് നമ്മുടെ 2-3 തലമുറയ്ക്കുള്ളിൽ നമ്മുടെ വീട്ടിലുണ്ടായതല്ല നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ടത് പറുദീസയാണ്, സമൃദ്ധിയാണ്, നിത്യജീവനാണ്. എന്നാൽ യേശു മുഖാന്തരം നിത്യജീവൻ തിരിച്ചു പിടിച്ചവർ എത്ര പേരുണ്ട്? യേശുവിനെ കൈക്കൊണ്ടപ്പോൾ നമ്മിലേക്ക് വന്ന ജീവന്റെ പേരാണ് ജീവൻ, സമൃദ്ധിയായ ജീവൻ. യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനുമാണ്. എന്നാണ് യേശു വന്നപ്പോൾ ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞത്. യേശു 38 വർഷമായിട്ട് കിടക്കുന്ന ഒരുത്തനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകുക. അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ, തളർന്നുപോയ ശരീരഭാഗങ്ങളിലേക്ക് ജീവൻ വ്യാപരിച്ചു. അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് ചുരുട്ടി അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ സമൃദ്ധിയായ ജീവൻ എന്താണ്? ഈ ജീവൻ നിത്യജീവനാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത നിത്യജീവൻ. അപ്പോൾ ലാസറിന് ജീവൻ ഉണ്ടായി. എന്നാൽ വീണ്ടും ലാസർ മരിച്ചു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് യേശു നിത്യജീവൻ ലാസറിന് കൊടുത്തു. അപ്പൊ ജീവൻ ഉണ്ടായി. അവൻ കല്ലറയിൽ നിന്ന് വെളിയിൽ വന്നു. ജീവൻ ഉണ്ടാകുന്നതിനേക്കാൾ വലിയൊരു കാര്യത്തിനാണ് യേശു വന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ധൈര്യമുണ്ട്. കർത്താവ് എന്നെ കൊണ്ടുപോകാൻ വരും. കർത്തൃമേശ അതാണ് നമ്മോട് പറയുന്നത്. എന്താണ്? കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, വന്ന് എന്നെ കൊണ്ടുപോകും. ഞാൻ ഇവിടുന്ന് കടന്നു പോകും. എൻ്റെ ഈ ശരീരവും വീടും നാടും എല്ലാം മാറി സകലതും പുതുതാക്കുവാൻ എൻ്റെ യേശു എന്നെ ചേർക്കാനായിട്ട് വരും. ഇതാണ് ക്രിസ്ത്യാനികളുടെ ധൈര്യം. ഹല്ലേലൂയ. ഇറാഖിൽ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിനെ അറിയപ്പെട്ടിരുന്നത് റെഡ് ചർച്ച് എന്നാണ്, ചുമന്ന സഭ. ബാഗ്ദാദിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആ ചർച്ചിന് ചുവന്ന ചർച്ച് എന്ന് പേരുണ്ടാകാൻ കാരണം ആ ചർച്ചിനോട് ചേർന്ന് മറ്റൊരു തുറന്ന സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ച് ജോൺ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഈ സഭയിൽ വരുന്ന ക്രിസ്ത്യാനികളെ പിടിച്ച് കഴുത്തറുത്ത് കൊല്ലുമായിരുന്നു. നേരത്തെ അവരോട് പറയും, നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. എന്നാൽ ഈ ക്രിസ്ത്യാനികൾ ചെയ്തത്, അവരോരോരുത്തരും പറഞ്ഞു, എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം തരുമോ? അദ്ദേഹം പറയും, പ്രാർത്ഥിക്കാൻ സമയം എടുത്തോ. പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തും.
യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ്, ഈ ഭൂമിയിൽ ജീവിക്കാൻ കൃപ തന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് അവര് പിന്നീട് അദ്ദേഹത്തോട് പറയും, എന്നെ കൊന്നോളൂ. ഭയങ്കര സന്തോഷത്തോടെ, സന്തോഷമുള്ള മുഖത്തോടെ, സ്തേഫാനോസിനെ പോലെ, സ്തേഫാനോസിന്റെ മുഖം പോലെ വളരെ പ്രകാശമുള്ള മുഖത്തോടെയാണ് അവർ മരണത്തെ നേരിട്ടത്. ഈ കൊല്ലുന്നയാൾ ഇതാണ് കാണുന്നത്. അവിടെ ഒത്തിരി പേരെ കൊന്നു. അങ്ങനെ ആ ചർച്ചിന് ചുവന്ന ചർച്ച് എന്ന് പേരിട്ടു. അപ്പൊ ഈ മനുഷ്യന്റെ സുവിശേഷ വൈരാഗ്യമാണ് ഇത്. രാജാവ് ഒരിക്കൽ ഇദ്ദേഹം ഈ ചെയ്യുന്നതും മറ്റു പല ദുഷ്ടതകളും രാജാവ് അറിഞ്ഞ് ഇദ്ദേഹത്തെയും കൊല്ലാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് തന്നെ കൊല്ലാൻ തീരുമാനിച്ചു. ഇവന്റെ രക്തം ഇവന്റെ മേൽ തലമേൽ വരട്ടെ എന്ന് പറഞ്ഞ് ഇവനെ അവിടെ വെച്ച് കൊല്ലാൻ രാജാവ് തീരുമാനിച്ചപ്പോൾ, മരണം തന്റെ മുമ്പിലെത്തിയപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം, യേശുവേ, നിന്റെ ദാസിദാസന്മാരെ കൊല്ലുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ആരും നിരാശയോടെയല്ല മരിച്ചത്. അതുകൊണ്ട് അവർ പോയ അതേ സ്ഥലത്തേക്ക് എനിക്കും പോകാൻ കൃപ നൽകണേ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. അങ്ങനെ ആ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം ഏറ്റുപറഞ്ഞ് വളരെ സന്തോഷമുള്ളവനായി അദ്ദേഹം മരിക്കാനിടയായി. ഇതാണ് ക്രിസ്തീയതയുടെ പ്രത്യേകത. അതായത് അവസാന നിമിഷം വിശ്വസിച്ചാലും അവന്റെ മുഖത്തെ പ്രകാശമയമാക്കി അവനെ കർത്താവ് നിത്യതയോട് അടുപ്പിക്കും. ക്രൂശിലെ കള്ളന്റെ ചരിത്രം അതാണ്. അതായത് വിശ്വാസ മാർഗം പോലെ ധൈര്യമുള്ള, പ്രതീക്ഷകളുള്ള, ഒരിക്കലും പരാജയമില്ലാത്ത മറ്റൊരു മാർഗമില്ല. എത്ര പേരതിന് ആമേൻ പറയും? മറുപടി ഉറപ്പാണ്. മടുത്തു പോകാത്ത പ്രാർത്ഥനയെക്കുറിച്ച് ഇന്ന് നമ്മൾ കേട്ടല്ലോ. ഒരു വൃക്ഷത്തെ നമ്മൾ ഒരു വെട്ടുവെട്ടിയാൽ അത് വീഴില്ല. അപ്പോൾ മടുത്തു പോകാത്ത പ്രാർത്ഥനയിൽ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് കരുതി ആ വൃക്ഷം അനങ്ങിയിട്ടില്ല. അനേക വെട്ടുകൾ അതിൽ വെട്ടേണ്ടി വരും. ഇതുപോലെ വീഴും വരെ. വിശ്വാസം അതാണ്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന എങ്ങനെയാണ്? മറുപടി ലഭിക്കും വരെ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, മറുപടി കിട്ടും വരെ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറ. ആമേൻ. മറുപടി കിട്ടും വരെ, മറുപടി കിട്ടും വരെ. ഇതിനകത്ത് എഴുതി വെക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ നൂറുകണക്കിന് കാര്യമുണ്ട്. ഇതൊന്നും എഴുതാൻ കഴിയില്ല. അതെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം കൊണ്ടുവരണം. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയിൽ കണ്ണുനീരും ഉറച്ച നിലവിളിയൊക്കെ ഉണ്ടാകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കണ്ണുനീരോടെ വിതയ്ക്കണം. എന്നിട്ട് വേണം ആർപ്പോടെ കൊയ്യാൻ. വിത്ത് വിതച്ച് കരഞ്ഞും കൊണ്ട് നടന്നു, കറ്റ ചുമന്ന് ആർപ്പോടെ ആഘോഷത്തോടെയും നടന്നു. ഇതൊക്കെ സങ്കീർത്തനത്തിലുള്ളത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വർഷത്തിൻ്റെ ആരംഭ മാസങ്ങളിൽ തന്നെ നിങ്ങളുടെയും എൻ്റെ വിഷയങ്ങളുമായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കെ അതിൻ്റെ മറുപടി കണ്ട് തുള്ളിച്ചാടും. ദൈവം എന്തെങ്കിലും ഒരു നന്മ തന്നാൽ അതിനകത്ത് ദുഃഖം കൂട്ടിച്ചേർക്കത്തില്ല. അതായത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അവയോടൊന്നും കൂടുന്നില്ലെന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അതിനോട് യാതൊരു ദുഃഖവും കൂട്ടിച്ചേർക്കുന്നില്ലെന്നാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്ത് സദൃശവാക്യത്തിലെ ഒരു വാക്യമാണ്. സദൃശവാക്യം 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അവയോടൊന്നും കൂടുന്നില്ല. അതിന്റെ ശരിയായ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ദൈവം തരുന്ന അനുഗ്രഹത്തിൽ ഒരു ദുഃഖവും, അത് വായിച്ചു നോക്കി ഇംഗ്ലീഷിൽ നമുക്കവിടെ കാണാം. ആൻഡ് ഹി ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ്. ഒരു ദുഃഖവും അതിനോട് കൂട്ടിച്ചേർക്കുകയില്ല. ദൈവം തരുന്നതെല്ലാം അനുഗ്രഹം മാത്രമായിരിക്കും. അതായത് ദൈവം നമുക്ക് കുറച്ച് പൈസ തന്നാൽ അതിനകത്ത് കുറേ ആശുപത്രിയിലും അത് കുറച്ച് കടക്കാരുടെ കയ്യിലും കൊടുത്ത് പിന്നെ വട്ടപൂജ്യമായിട്ട് ഇരിക്കില്ലെന്ന് എത്ര പേര് അതിന് ആമേൻ പറയും? ദൈവം നമുക്കൊരു ശരീരം തന്നിട്ടുണ്ടെങ്കിൽ എന്നും വടിയും കുത്തി നടക്കാൻ അനുവദിക്കില്ലെന്ന് അതിനോടൊരു ദുഃഖം കൂട്ടിച്ചേർക്കത്തില്ല. ദൈവം സൗഖ്യം തന്നാൽ
ആമേൻ. അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കും. ഹറമന ഘടകജഗസിയാര. അതുകൊണ്ട് പത്രോസിന് ആ മുടന്തനോട് പറയാനുള്ളത്, എനിക്കുള്ളത് നിനക്ക് തരുന്നു. അത്രേ ഉള്ളൂ. കയ്യെ കയറി പിടിച്ചു, അവന്റെ നരിയാണി ഉറച്ചു. അവൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചു. എന്താണ് അവന്റെ ദുഃഖം? 40 വർഷമായി അവൻ അനുഭവിക്കുന്ന ദുഃഖം അതന്ന് അപ്രത്യക്ഷമായി. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ഒരുവന്റെ മേൽ നിറഞ്ഞു നിന്നാൽ അവനെ ചുറ്റിപ്പറ്റി വരുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ ഐനിയാസ് ആമേൻ ലുദ്ദയിൽ ശാരോനിലോട്ടൊക്കെ ചെന്നു. അവിടെ ചെന്നപ്പോഴെന്താണ്, ഐനിയാസ് എന്ന് പറയുന്ന ഒരാൾ 8 വർഷമായിട്ട് ഒരേ കിടപ്പാണ്. പത്രോസ് പറഞ്ഞു, ഐനിയാസേ എന്തൊരു കിടപ്പാണ്, എഴുന്നേക്ക്, ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വാ, നമുക്ക് മുൻവശത്തോട്ട് പോകാം, നമുക്ക് എവിടെയെല്ലാം പോകാനുള്ളതാണ്. ഇത് കേട്ടപ്പോൾ പുള്ളി ഈ രോഗിയാണെന്നുള്ള കാര്യം മറന്നുപോയി. നമ്മൾ പലപ്പോഴും രോഗികളോട് ചെന്ന് നമ്മൾ 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് രോഗിയാണെന്നുള്ള ബോധമാണ് നമ്മൾ വരുത്തുന്നത്. എന്നാൽ പത്രോസ് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 9:34, പത്രോസ് അവനോട്, ഐനിയാസേ യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക. നിന്റെ കിടക്ക ഇന്ന് വരെ മറ്റുള്ളവർ വിരിച്ചെങ്കിൽ ഇന്ന് നീ കിടക്ക വിരിക്കാൻ പോവുകയാണ്. കിടക്ക വിരിക്കാൻ പോവുകയാണ്. ഈ കിടക്ക വിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ടൊരു പരിപാടിയാണ്. എന്നാലും കൃത്യമായിട്ട് വിരിക്കണം. ബെഡ്ഷീറ്റ് ആ ബെഡിൻ്റെ മുകളിൽ കൃത്യമായിട്ട്. ചിലർ രാവിലെ എഴുന്നേറ്റ് വരുന്നത് പാമ്പ് പടം പൊഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന പോലെ, അതിൻ്റെ ഇടയിൽ നിന്ന് ബെഡിൻ്റെ ആ ഷീറ്റിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് എഴുന്നേറ്റ് വരും. വൈകിട്ട് ചെന്നാൽ അത് അങ്ങനെ തന്നെ കിടക്കും. ഐനിയാസിനോട് പത്രോസ് പറയുകയാണ്, ഈ അവസ്ഥ മാറണം, ഈ ചുരുണ്ട് കിടക്കുന്ന അവസ്ഥ മാറണം. നീ എഴുന്നേൽക്കണം, നിന്റെ ബെഡ് നീ വിരിക്കണം, നിന്റെ ബെഡ്ഷീറ്റ് നല്ല ക്ലീനായിട്ട് വിരിക്കേ. അവൻ വർഷങ്ങളായി ചെയ്യാത്തൊരു കാര്യം അവനെ കൊണ്ട് പത്രോസ് ചെയ്യിക്കുകയാണ്. ഇതുപോലെ ഇത് കേൾക്കുന്ന ആരൊക്കെയോ ഇത് പലരെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന ആരുടെ അകത്ത് എന്തോ ഒരു വിത്ത് വീഴുന്നുണ്ട്. നിങ്ങളുടെ ദേശത്തുള്ള, നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തുള്ള ചില കുടുംബങ്ങളിലേക്ക് ചെന്നിട്ട് അവരെ കൊണ്ട് നിങ്ങളിത് വിശ്വാസത്താൽ ചെയ്യിക്കാൻ പോവുകയാണ്. എത്ര പേർ അത് സ്വീകരിക്കുന്നു? നിങ്ങളുടെ ദേശത്ത് ഈ കാര്യം ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ദൈവം ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഹോംവർക്കിന് വേണ്ടിയുള്ളതെല്ലാം ദൈവം നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. നമ്മൾ പറയണം, ഒരു രോഗി ഉണ്ടായിരുന്നെങ്കിൽ സൗഖ്യമാക്കാമായിരുന്നു എന്ന് പറയേണ്ടത് എണ്ണമൊന്നും നമുക്കില്ല. നമ്മുടെ സമൂഹത്തിൽ മുഴുവനും നമ്മുടെ വിശ്വാസം പ്രയോഗിക്കാൻ പറ്റിയ നല്ല സമയമാണിത്. തകർന്ന കുടുംബങ്ങളെ പണിയുവാൻ യേശു നേരെ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്ന് ആ നസ്രേത്ത് പള്ളിയിൽ ചെന്നിട്ട് വേദപുസ്തകം തുറന്ന് യേശു അങ്ങോട്ട് വായിച്ചു. അതാണ് ലൂക്കോസ് 4:17 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. വല്ലപ്പോഴെങ്കിലും പുസ്തകം വിടർത്തണം. അടുത്തിരിക്കുന്നവരോട് പറ, ബൈബിൾ എപ്പോഴും തുറന്ന് വായിക്കണം. യേശു പുസ്തകം വിടർത്തി. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എന്താണ്? ദരിദ്രരോട് സുവിശേഷം പറയുവാൻ, എല്ലാം തീർന്നവരോട്, ആശയറ്റവരോട്, കടക്കണിയിൽ പെട്ടവരോട്, എല്ലാ നിലയിലും അധപ്പതിച്ചു പോയവരോട്, കണക്കൂട്ടലുകൾ തെറ്റിപ്പോയവരോട്, ആത്മഹത്യ മാത്രം മുൻപിലുള്ളവരോട് ഒരു നല്ല വിശേഷം പറയുവാൻ. എത്ര പേര് അതിന് ആമേൻ പറയും? അതാണ് വിശ്വാസത്തിന്റെ മാർഗം. കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യുന്നതും അതിനാണ്. ദരിദ്രരോട് നമുക്ക് പറയാൻ കുറെ കാര്യമുണ്ട്. എന്താണ്? സമ്പന്നനാക്കുന്ന ഒരു യേശുവുണ്ട്, വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മൂർച്ചയേറിയതും
പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും, നീ പർവ്വതങ്ങളെ പൊടിക്കുമെന്ന് പറഞ്ഞ അതേ ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനാണ്. ആദ്യം നമ്മുടെ വീടുകളിൽ നമ്മളത് ചെയ്യും, അടുത്തത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മളത് ചെയ്യും, യെരുശലേമിലും യഹൂദയിലും ശമരിയിലും നമ്മളത് ചെയ്യണം. ഭൂമിയുടെ അറ്റം വരെ ചെയ്യുവാൻ ഒരു വലിയ ദൗത്യം ഈ കാലത്ത് ദൈവം തന്നിട്ടുണ്ട്. എന്താണ്? ദരിദ്രന്മാരോട് പറയാൻ ഒരു വിടുതലിൻ്റെ സന്ദേശം എൻ്റെ വായിലുണ്ട്, അത് ഞാൻ പറയും. ഇത് പറയുവാനാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവം ഒരു പകർച്ച തരും. എന്തിനാണ്? സാഹചര്യങ്ങളെ മാറ്റുന്ന വാക്കുകൾ ദൈവം നമ്മുടെ വായിൽ തരും. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറ, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എല്ലാ നിലയിലും അധപ്പതിച്ച് പോയവരോട് പ്രതീക്ഷകളെ കൊടുക്കുവാൻ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ അഭിഷേകത്തിൻ്റെ വാക്ക് ഇനിയും നടക്കും, ഇനിയും നടക്കും. നമ്മുടെ അടുത്ത സമൂഹത്തിൽ നമ്മളോട് കൂടുതൽ അടുത്ത് ഇടപെടുന്നവർക്കെല്ലാം നമ്മളൊരു വെറുമൊരു മോട്ടിവേഷൻ മാത്രം കൊടുത്താൽ പോരാ. അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. നമ്മൾ അവരെ ഒരു പ്രബോധനം പറഞ്ഞ് അവരെ ഒന്ന് ഉണർത്തിയാൽ മാത്രം പോരാ, നമുക്ക് കൊടുക്കാൻ ചിലതുണ്ട്. ഐനിയാസിന്റെ വീട്ടിൽ പത്രോസ് ചെയ്തെങ്കിൽ, ആ ദേവാലയത്തിന് മുൻപിലിരിക്കുന്ന 40 വർഷം പഴക്കമുള്ള മുടന്തന് വേണ്ടി പത്രോസ് അത് ചെയ്തെങ്കിൽ, മരിച്ചുപോയ തബീതയെ കുളിപ്പിച്ച് ആ വീടിൻ്റെ മുകളിൽ കിടത്തിയിരിക്കുകയാണ്. അവർക്ക് അടക്കാൻ മനസ്സില്ല. പത്രോസ് വരാൻ ചില ദിവസങ്ങൾ എടുത്തു. എങ്കിലും അവളെ തബീതയെ അടക്കാൻ അവർക്ക്, വീട്ടുകാർക്ക്, ആ സഭക്കാർക്ക് മനസ്സില്ല. പത്രോസ് വന്നാൽ അത് നടക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. ഇതുപോലെ നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന ചില ചലനങ്ങൾ നമ്മിൽ നിന്ന് പുറത്തു വരും. മറ്റുള്ളവർ നമ്മെ കാത്തിരിക്കും. കൊർന്നല്യോസിന്റെ വീട്ടുകാർ പത്രോസിനെ കാത്തിരുന്നു. തബീതയുടെ നാട്ടുകാരും വീട്ടുകാരും പത്രോസിനെ കാത്തിരുന്നു. യേശു വരുമെന്ന് മാർത്തയുടെയും മറിയയുടെയും നാട്ടുകാർ, യഹൂദന്മാർ യേശുവിനെ കാത്തിരുന്നു. 4-ാം ദിവസം കർത്താവ് വന്നു. കർത്താവിന് പറയാനുള്ളത് എൻ്റെ മേലുണ്ടെന്നേ, ഇതിനുള്ളത് എൻ്റെ മേലുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന വിശ്വാസത്താൽ അഭിഷേകത്താൽ നിറഞ്ഞവർ, പ്രാപിച്ചവർ പറയണം, ഇതിനുള്ളത് എൻ്റെ മേലുണ്ട്. അമ്മേ, മരണമോ? അതിനുള്ള പരിഹാരം എൻ്റെ മേലുണ്ട്. രോഗമാണോ? അതിനുള്ളത് എൻ്റെ മേലുണ്ട്. വിശ്വാസത്തിലെല്ലാം അടങ്ങിയിരിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യേശു നമ്മെ പഠിപ്പിച്ചത് വിശ്വാസമാണ്. ദരിദ്രന്മാരോട് നമുക്ക് പറയാനുണ്ട്. അടുത്തത് അദ്ദേഹം പറയുന്നു, യേശു കർത്താവ് അവിടെ പറയുന്നു, ബദ്ധന്മാർക്ക് വിടുതലുണ്ട്. ഏതു വലിയ ബന്ധനത്തിനും വിടുതലുണ്ട്. എത്ര വലിയ ബന്ധനമാണെങ്കിലും, അത് എത്ര പുതിയ കയറുകൊണ്ട് കെട്ടിയാലും ശിംശോന്റെ മേൽ അധികം നേരം അത് തുടരുകയില്ല. ഫെലിസ്ത്യർ അവനെ പിടിക്കുവാൻ അവന്റെ അരികിൽ എത്തിയ ഉടനെ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെ അത് കരിഞ്ഞുപോയി. അവനെ കെട്ടുവാൻ പറ്റിയ ഒരു കയറില്ലായിരുന്നു. അവനെ പല കയറുകൾ കൊണ്ട് കെട്ടി നോക്കി, അവനെ ഒതുക്കുവാൻ നോക്കി. അവനെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. കാരണം അവനിൽ വ്യാപരിച്ചത് ദൈവശക്തിയാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഇനി പഴയ അവസ്ഥയിൽ കെട്ടിയിടുവാൻ കഴിയില്ല. നീ എവിടെയാണ് ബന്ധിക്കപ്പെട്ടത്? ഇന്ന് നീ പുറത്തു വരികയാണ്. ഏതൊക്കെയോ ദുരാത്മാക്കൾ, ഏതൊക്കെയോ ശരീരങ്ങളെ നാളുകളായി കെട്ടിയിട്ട് ജീവിതത്തിന്റെ വഴികളെ അടച്ചു കളഞ്ഞത്, ഇന്ന് അത് തകരുകയാണ്. ഇന്നത് തകരുകയാണ്. ഇവിടെ ഏതൊക്കെയോ സഹോദരിമാരുടെ മേൽ അത് വിടുതൽ വ്യാപരിക്കുകയാണ്. പ്രാപിച്ചേ. ഇന്ന് ചിലരുടെ ശരീരങ്ങളിൽ നിന്ന് എന്തൊക്കെയോ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെ ആ തല മുതൽ പാദം വരെ ഏതൊക്കെയോ കെട്ടിവെച്ചിരിക്കുന്നത് പോലെയുള്ളത് അഴിയട്ടെ. അതുപോലെ ഈ സഹോദരന്മാരുടെ ഇടയിൽ
കർത്താവിന്റെ കരമൊന്ന് ചലിക്കട്ടെ. മുന്നോട്ട് പോകാൻ കഴിയാതെ, കാലുകൾ മുന്നോട്ട് എടുത്തു വെക്കാൻ കഴിയാതെ, എന്തോ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെന്നുണ്ട്, എന്നാൽ പോകാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന, മുന്നേറാൻ കഴിയാത്ത അവസ്ഥ. ഇന്ന് ഒരു വചനം ഞാനിവിടെ നയക്കുകയാണ്. ആ കെട്ട് ആ വാളിനാൽ അഴിഞ്ഞു മാറട്ടെ. പ്രാപിച്ച അല്പസമയം ഇന്ന് ആമേൻ. ബദ്ധന്മാർക്ക് വിടുതലിന് വേണ്ടിയുള്ളത് യേശുവിന്റെ വചനത്തിന്റെ ശക്തിക്കകത്ത് കിടപ്പുണ്ട്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ഈ മർത്തിയ ശരീരങ്ങളിൽ ചലിക്കുന്നുണ്ട്. ഈ ശരീരങ്ങൾക്കകത്തുള്ള എല്ലാം ഇപ്പോൾ പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഇപ്പോൾ അതിനെ ഞങ്ങൾ പുറത്താക്കുന്നു. എത്ര പരാജയങ്ങളിൽ വീഴിച്ച ആത്മാവാണെങ്കിലും ഇനി അതിനെ ഈ ശരീരങ്ങളിൽ അനുവദിക്കില്ല. പുറത്തു പോ, പുറത്തു പോ, പുറത്തു പോ. ശരീരം ഫ്രീ ആകട്ടെ. പ്രാർത്ഥനയെ തടയുന്ന, വിശ്വാസത്തെ തടയുന്ന, കൂട്ടായ്മയെ അകറ്റിക്കളയുന്ന, വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അകറ്റുന്ന, ബന്ധിച്ചു കൊണ്ടുപോകുന്ന, മദ്യപാനത്തിലേക്ക് വലിച്ചടിപ്പിക്കാൻ നോക്കുന്ന, പഴയ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ആ കയറുകൾ ഇന്ന് അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഇന്നൊരു വിടുതൽ പ്രാപിക്ക്. ഈ ദൈവസഭ ഒരു വിടുതലിലേക്ക് ഈ വചനം സ്വീകരിച്ചെടുക്ക്. ഇന്ന് എന്തൊക്കെ അഴിഞ്ഞ് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇന്ന് മുഴുവനും സ്വാതന്ത്ര്യം യേശുവിന്റെ വചനത്താലും യേശുവിന്റെ ആത്മാവിനാലും ഈ സഭ മൊത്തമായിട്ട് പ്രാപിക്കട്ടെ. നമുക്കത് വിശ്വസിക്കാം. നമ്മെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുമുണ്ട്. ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാർ നമുക്ക് ചുറ്റും കാവലുണ്ട്. വിടുതലിന്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്ക്. ഇനി ഒരു ബന്ധനവും ഞങ്ങൾ അനുവദിക്കുകയില്ല. ബദ്ധന്മാർക്ക് വിടുതലും. അടുത്തത് കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാൻ കാഴ്ചയുണ്ട്. ഇതുവരെ കാണാത്തത്. ആമേൻ, ആമേൻ. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അടഞ്ഞുപോയി. നല്ല ഭാവി കാണുന്നില്ല. അക്ഷരീക കണ്ണിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ഭാവിയെ കാണാൻ കഴിയുന്നില്ല. കണ്ണടഞ്ഞിരിക്കുകയാണ്. നല്ല നാളുകളെ കാണാതെ, നല്ല സ്വപ്നങ്ങളെ കാണാതെ, കാണുന്നതെല്ലാം മരണത്തിന്റെ സ്വപ്നം, മൂക്കിൽ പഞ്ഞി വെച്ച സ്വപ്നം. പിന്നെ അപകടം വരുന്നു, ആക്സിഡന്റ്, കാലൊടിയുന്നു, വണ്ടിയുടെ അടിയിൽ പോകുന്നു, കട്ടിലേന്ന് താഴെ വീഴുന്നു. പിന്നെ എന്ന് വേണ്ട ഈ നെഗറ്റീവ് സ്വപ്നങ്ങൾ. അതായത് നമ്മെ ആ സ്വപ്നം കണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നിരാശയാണ്. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒരു അസ്വസ്ഥതയാണ്. അതൊരു പൈശാചികമാണ്. എന്നാൽ വേറൊരു തലമുണ്ട്. എന്താണ്? നാളുകൾ ജോസഫ് കണ്ടതുപോലെ നല്ല സ്വപ്നങ്ങൾ, നടക്കുന്ന സ്വപ്നങ്ങൾ, ഉയർച്ചയുടെ സ്വപ്നങ്ങൾ, ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന സ്വപ്നങ്ങൾ, സന്തോഷം തരുന്ന സ്വപ്നങ്ങൾ. ഇന്നത് തുറന്നു വരണം, ഇന്നത് തുറന്നു വരണം. നല്ല വെളിപ്പാടുകളുണ്ട്. മറ നീക്കി കാണുന്ന അറമനഘടകജ കൈകൾ അടിച്ചുകൊണ്ട് അടഞ്ഞുപോയ ദർശനം തുറന്നു വരട്ടെ. അടഞ്ഞുപോയ സ്വപ്നങ്ങൾ ഇന്ന് തുറന്നു വരട്ടെ. കുരുടന്മാർക്ക് കാഴ്ച അടഞ്ഞുപോയി. ചിലരുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പാടുകൾ അടഞ്ഞുപോയത്, സ്വപ്നങ്ങൾ അടഞ്ഞുപോയത് ഇന്ന് തുറന്നു വരും, ഇന്ന് തുറന്നു വരും. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഈ വരുന്ന 3 ദിവസം വേഴം വെള്ളി ശനിയുടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അത് ചില കൃപകളും വരങ്ങളും പ്രാപിച്ച് നമ്മൾ എഴുന്നേൽക്കുന്ന 3 ദിവസമായിരിക്കും. വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയായിരിക്കും. നിങ്ങൾ വന്നാൽ അതുപോലെ പോകത്തില്ല, നിറഞ്ഞേ പോകത്തുള്ളൂ. അതുപോലൊരു പകർച്ച സഭ കാണാൻ പോവുകയാണ്. കുരുടന്മാർക്ക് കാഴ്ച, ഇതുവരെ കാണാത്ത കാര്യങ്ങൾ, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അവിടെയാണ് വരുന്നത്. കാണാത്ത കാര്യങ്ങൾ ദൈവം കാണിക്കാൻ പോവുകയാണ്. നാളുകൾ ദൈവം കാണിച്ചു തരാൻ പോവുകയാണ്. ആ രമനഘടകജഗസ്യ മോശയുടെ മുൻപിൽ ദൈവം വെളിപ്പെട്ടു. മറഞ്ഞിരുന്ന ദൈവം. അപ്പൊ മോശയെ
ദൈവവും മോശയും തമ്മിൽ അഭിമുഖമായി സംസാരിച്ചെന്നാണ്. അവിടെ മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. മോശയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകം 34:12 വാക്യം. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. മോശ എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞത്? നേരിട്ട് അറിഞ്ഞു. മാത്രമല്ല, മോശയെ ദൈവം എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. മോശയുടെ കണ്ണിന്റെ മുമ്പിലെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. സമാഗമന കൂടാരത്തിന്റെ ഓരോ കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ. മോശ പറഞ്ഞു, അത് പോരാ, എനിക്ക് നിന്നെയും കാണണം. എനിക്കിതെല്ലാം കാണിച്ചു തരുന്ന നിന്നെ എനിക്കൊന്ന് കാണണം. ദൈവം മോശയോട് പറഞ്ഞു, നീ ആ പാറയുടെ പിളർപ്പിലോട്ട് കയറി നിന്നോ, ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകുവശം നിനക്കൊന്ന് കാണാം. അങ്ങനെ മോശ ദൈവത്തിൻ്റെ ആ പുറകുവശം കണ്ടു. ദൈവത്തിൻ്റെ പുറകുവശം കണ്ട മോശ ബൈബിളിൻ്റെ പുറകോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും കണ്ടെഴുതി. എന്തൊക്കെ കണ്ടു? ഉൽപ്പത്തി പുസ്തകം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓരോ ദിവസവും ഉണ്ടാകുന്നത് മോശ ഇങ്ങനെ കാണുകയാണ്, മോശ എഴുതുകയാണ്. സൂര്യൻ ചന്ദ്രനെയൊക്കെ ദൈവം ആക്കുന്നത്, ആദാം എഴുന്നേറ്റ് വരുന്നത്, പിന്നീട് ആദാമിനെ ഉറക്കിയിട്ട് ഔവ്വ എഴുന്നേറ്റ് വരുന്നത്, ഇതെല്ലാം ആര് കാണുകയാണ്? ദൈവം മറനീക്കി കഴിഞ്ഞ കാലങ്ങളെ മുഴുവനും മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശ ഉൽപ്പത്തി പുസ്തകം എഴുതി. ആർക്കും അറിയാത്തത്, മറഞ്ഞു കിടന്നതെല്ലാം ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി. മോശ ദൈവത്തിന്റെ പുറകുവശം കണ്ടു. ബൈബിളിന്റെ പുറകോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും എഴുതി. പിന്നീട് എഴുതി വച്ചിരിക്കുകയാണ്, ഈ ദൈവത്തോട് അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ എഴുന്നേറ്റിട്ടില്ല, ഉണ്ടായിട്ടില്ല. എന്നാൽ യേശു വന്നിട്ട് പറയാണ്, ഞാൻ മോശയേക്കാൾ വലിയവൻ, ഞാൻ ശലോമോനേക്കാൾ വലിയവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇതിനേക്കാൾ വലിയത് കാണും. എത്ര പേർ കൈകളടിച്ചതിനെ സ്വീകരിക്കും? യേശു വന്നിട്ട് പറയുകയാണ്, മോശയ്ക്ക് ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും പേടിക്കണ്ട, ഞാൻ മോശയേക്കാൾ വലിയവനാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ, അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെ ഒന്നും ദൈവത്തിന് വേണ്ട, ആരും അങ്ങനെ പറയണ്ട, എന്നിൽ വിശ്വസിക്കുന്നവൻ വലിയത് കാണും, വലിയത് കാണും. ഇത് കേട്ട യോഹന്നാനാണ് അത് എഴുതിയത്. ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കാണുമെന്ന് യോഹന്നാൻ 1-ന്റെ ഏറ്റൊടുവിലുണ്ട്. ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കാണും, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുന്നത് ഇറങ്ങുന്നതും കാണും എന്ന് എഴുതിയ യേശുവിന്റെ മാറിൽ ചാരി അതേ യോഹന്നാൻ യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുൻഭാഗം കണ്ടു. മോശ കണ്ടത് എന്താണ്? ദൈവത്തിന്റെ പിൻഭാഗം കണ്ടു. എന്നാൽ യോഹന്നാൻ അവന്റെ കണ്ണ് അഗ്നിജ്വാലക്കൊപ്പം ഒത്തവണ്ണം, അവന്റെ മുഖം ഇങ്ങനെ, അവന്റെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു, അവന്റെ കാലിങ്ങനെ, അവന്റെ വായിൽ നിന്ന് വചനമെന്ന വാള് പുറപ്പെടുന്നു, അവന്റെ മുടി ഇങ്ങനെ. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പുറകുവശം കണ്ട മോശ ബൈബിളിന്റെ പുറകോട്ടുള്ളത് എഴുതി. മുൻഭാഗം കണ്ട യോഹന്നാൻ ബൈബിളിന്റെ മുന്നോട്ടുള്ള ഭാവി എഴുതി. ഇനി സംഭവിക്കാൻ, മേലിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിന്നോട് പറയുന്നു. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ആരെഴുതി വെച്ചു? ഒരു മീൻപിടുത്തക്കാരൻ എഴുതി വെച്ചു. അപ്പന്റെ ആ വള്ളത്തിലിരുന്ന് കീറിയ വല തഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യോഹന്നാൻ ഒരിക്കലും ഓർത്തു കാണില്ല ഇങ്ങനൊരു ഭാവി ഉണ്ടാകുമെന്ന്. എന്നാൽ കർത്താവ് പറയും, എന്നെ അനുഗമിക്കുക എന്നൊരൊറ്റ വിളി കേട്ട് ഇറങ്ങിയ ഇവൻ ഇപ്പോൾ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന മാനവജാതിയുടെ ഭാവി മുഴുവനുമുള്ള വെളിപ്പാട് പുസ്തകം എഴുതി ദൈവസഭയ്ക്ക് തന്നു.
അതെ, ഇതുപോലെ അടുത്ത തലമുറയ്ക്ക് നല്ല വാഗ്ദത്തങ്ങളുമായി നീ എഴുന്നേക്കാൻ പോവുകയാണ്, നീ കാണാൻ പോവുകയാണ്. ആമേ, നീ കാണാൻ പോവുകയാണ്, കാഴ്ചകൾ കാണാൻ പോവുകയാണ്. മോശ കണ്ടു കഴിഞ്ഞ കാലങ്ങളിലെ, ആമേ, യോഹന്നാൻ കണ്ടു വരുവാനുള്ളത്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യനായ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇന്നലെകൾ കാണും, ഇന്നുകൾ കാണും, നാളുകൾ കാണും. ദൈവം നിന്റെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. കുരുടന്മാർക്ക് കാഴ്ച. ഇന്ന് ആരുടെയൊക്കെ കണ്ണ് ആമേ ആത്മീക മണ്ഡലത്തിൽ അടഞ്ഞിരിക്കുന്നുണ്ടോ, ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. ആത്മകണ്ണ് തുറക്കട്ടെ, ആത്മകണ്ണ് തുറക്കട്ടെ. തുറന്നു വരും, തുറന്നു വരും. ഇസ്രായേൽ മക്കളെ വിളിച്ച് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ആവർത്തന പുസ്തകം 29:3 വാക്യം, ദൈവം അന്ന് അവരോട് പറയാണ്, എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്ന് വരെ തന്നിട്ടില്ല. അപ്പൊ ദൈവം ഇത് തരണം. അത്യാവശ്യം കണ്ടു നടക്കാനുള്ള, ജീവിക്കാനുള്ള കണ്ണേ നമുക്കുള്ളൂ. എന്നാൽ ആത്മമണ്ഡലം തുറന്ന് കണ്ടാൽ നമ്മുടെ ജീവിതം പിന്നെ പഴയതല്ല. വരുവാനുള്ള നിത്യ തേജസ് കാണണം. കർത്താവിൻ്റെ ചില പ്രവൃത്തികൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത്, അത് നടക്കുന്നതിന് മുമ്പ് നീ കാണണം, കാണണം. ഇത് പറയുമ്പോൾ ചിലരുടെ മേൽ എന്തോ ചില അനുഭവങ്ങൾ വന്ന് വീഴുകയാണ്. നീ കാണുമെന്നേ, അത് കാണും, അത് കാണും, അത് കാണും. സഭ ഒരടുത്ത ലെവലിലോട്ട് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. സഭയുടെ അതിരുകൾ വലുതാകാൻ പോവുകയാണ്. സഭയിലെ ഓരോ കുടുംബങ്ങളും നന്മ കാണാൻ പോവുകയാണ്. കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി. കാണും. മോശ കാണാൻ കൊതിച്ചു ഇതുപോലെ. കർത്താവ്, എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. ഭർത്യമായി പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഓ കർത്താവേ, ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞാൻ ഈ എരിഹോവയുടെ സമഭൂമിയിൽ ഈ റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. ഫെബ്രുവരി മാസം ഭയങ്കര തണുപ്പല്ലേ? രാവിലെ എന്നാ തണുപ്പാ, രാത്രി ഭയങ്കര തണുപ്പ്. അപ്പം നമ്മുടെ നാട്ടിൽ തണുപ്പ് വൈകിയാണ് വന്നത്. എന്നാൽ ഇതിനെ വെട്ടുന്ന തണുപ്പാണ് എരിഹോ സമഭൂമിയിൽ. അവൻ അവിടെ ഇരിക്കുമ്പോൾ തണുത്തു വിറച്ചിരിക്കുകയാണ്. ഭിക്ഷക്കാരൻ്റെ പുതപ്പെന്ന് പറഞ്ഞാൽ നല്ല കൂടിയതല്ല, കീറിയതായിരിക്കും. കീറിയിട്ടില്ലെങ്കിൽ ഇവന്മാർ കീറും, എന്നാലേ 4 പേര് കാശ് കൊടുക്കും. കാരണം ഭിക്ഷക്കാരൻ്റെ പുതപ്പ് കീറിയതാണെങ്കിൽ അതിന് കാശ് കിട്ടുള്ളൂ. ആ ദാരിദ്ര്യം കാണിച്ചാലേ ദാരിദ്ര്യം കാണിക്കണം. അതാണ് ഭിക്ഷക്കാരൻ. എന്നാൽ യേശു വിളിച്ചപ്പോൾ അവൻ ആദ്യം ദാരിദ്ര്യം കാണിക്കല് കളഞ്ഞു. അവൻ ആ പുതപ്പ് താഴെയിട്ടു. ദാരിദ്ര്യം കാണിക്കൽ അവസാനിപ്പിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, ദാരിദ്ര്യം കാണിക്കൽ അവസാനിപ്പിക്കണം. യേശു വിളിച്ചതാണോ? അവൻ ആദ്യം ചെയ്തത് അതാണ്. അവൻ ആ പുതപ്പിട്ടേച്ച് യേശുവിൻ്റെ അടുത്തോട്ട് പോയി. കാഴ്ച കിട്ടിയിട്ടില്ല. ഇനി യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ വേറെ ആരെങ്കിലും ഈ പുതപ്പെടുത്തുകൊണ്ട് പോകുമോ? ഇതൊന്നും അവന് പേടിയില്ല. മർക്കോസ് 10:50, അവൻ തൻ്റെ പുതപ്പ് ഇട്ടുകളഞ്ഞു, ചാടി എഴുന്നേറ്റു. അപ്പൊ ദാരിദ്ര്യം കാണിക്കൽ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. അത് താഴെയിടും. യേശു വിളിച്ചാൽ ഇനി ദാരിദ്ര്യമില്ല. യേശു വിളിച്ചാൽ ഇനി ഈ പുതപ്പിന്റെ ആവശ്യമില്ല. അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റു. പതുക്കെയല്ല, ആലോചിക്കാനൊന്നുമില്ല. ഈ പുതപ്പ് ഇനി എനിക്ക് വേണ്ടേ? നിനക്കതിൻ്റെ ആവശ്യം വരില്ല. വർഷങ്ങളായി നിന്റെ കയ്യിലുള്ള പലതും നീ എറിഞ്ഞു കളയാൻ പോവുകയാണ്. കാരണം ഇനി അത് നിനക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. നിനക്കതിനേക്കാൾ മേത്തരമായ ചിലത് ലഭിക്കാൻ പോവുകയാണ്. ആമേൻ. അവൻ ഓടിച്ചെന്നു, കർത്താവിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക്, അവൻ വരുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക്, ഇതാണ് കർത്താവ്. കർത്താവിൻ്റെ സ്വഭാവം ഇതാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം. അവൻ വരുന്ന കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശു അവനോട് 10:51, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ ഇച്ഛിക്കുന്നു. ഗുരുവേ, അതാണ് റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന്.
അവൻ പറ, കർത്താവേ എനിക്ക് കാഴ്ച പ്രാപിക്കണം. എനിക്ക് കാഴ്ച തരണമെന്നല്ല, എനിക്ക് പ്രാപിക്കണം. കാഴ്ച നീ തരണമെന്നല്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് കാഴ്ച താന്നല്ല, എനിക്ക് പ്രാപിക്കണം. ഇന്ന് പറയണം, എനിക്ക് വേണം, എനിക്കത് പ്രാപിക്കണം, നിന്നിൽ നിന്ന് പ്രാപിക്കണം. നിന്റെ കയ്യിലതുണ്ട്, അത് എന്നിലേക്ക് വരണം, എനിക്കത് പ്രാപിക്കണം, എന്റേതാക്കി മാറ്റണം. കാഴ്ച എന്നുള്ളത് നിന്റെ കയ്യിലുണ്ട്, അത് എന്റെയിലോട്ട് വരണം, എന്റെ കണ്ണിലേക്ക് വരണം. എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ പറഞ്ഞു. വാ കൊണ്ട് പറയണം, വാ കൊണ്ട് പറയണം, എനിക്കത് വേണം. എല്ലാവരും ഒന്ന് തലയിലോട്ട് കൈവച്ചിട്ട് പറ, കർത്താവേ എനിക്ക് കാഴ്ച വേണം, എനിക്ക് സ്വർഗീയ കാഴ്ചകൾ വേണം, എനിക്ക് വെളിപ്പാടിൻ്റെ കാഴ്ചകൾ വേണം. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് സ്വർഗീയ സ്വപ്നങ്ങൾ വേണം. ആമേൻ. കാഴ്ച വേണം, നമുക്ക് കാഴ്ച വേണം. ബൈബിൾ വായിക്കുമ്പോൾ ഷണ്ണന് ബൈബിളിലെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല. അവൻ യെശയ്യാവ് 53 വായിച്ചിട്ടും അവൻ്റെ കണ്ണ് തുറന്നു കിട്ടുന്നില്ല. എന്നാൽ കണ്ണ് തുറന്ന ഒരു ഫിലിപ്പോസ് അവൻ്റെ ഒപ്പം തേരിലോട്ട് കയറി ഇരുന്നപ്പോൾ അവൻ ആ ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അവൻ്റെ കണ്ണ് തുറന്നതായിരുന്നു. ആരുടെ കണ്ണ്? ഫിലിപ്പോസ്. വചനം വായിക്കുമ്പോൾ ആമേ തുറന്ന കണ്ണുകൾ, ബൈബിളിലെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയ, മറ നീക്കി അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കണ്ണ് ദൈവത്തോട് ചോദിക്കണം. നിന്റെ വായനാശീലം തന്നെ അത്ഭുതമായി മാറും. നീ വായിക്കുന്നതിൽ നിന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ മാറിപ്പോകുന്നു, ആരുടെയൊക്കെയോ മറകൾ മാറി. നീ വായിക്കുന്ന എല്ലാ അധ്യായത്തിൽ നിന്നും അത്ഭുതങ്ങൾ നീ പുറത്തെടുക്കാൻ പോവുകയാണ്. ആരും പറയാത്തത് നീ പറയാൻ പോവുകയാണ്. ആരും ചിന്തിക്കാത്ത മേഖലകളിലേക്ക് നിന്റെ വാക്കുകൾ കയറാൻ പോവുകയാണ്. ഇതൊക്കെ പ്രാപിക്കാനുള്ളവരിവിടെ ഉണ്ട്. നിങ്ങൾ അതിനെ പിടിക്കുമെങ്കിൽ അടുത്ത ദിവസങ്ങൾ നിങ്ങളായിരിക്കും ഇത് ചെയ്യുന്നത്. ഹറബല ഘടകജഗസിയ. മറ നീക്കണം, മറ. വചനം വായിക്കുമ്പോൾ ഉറക്കം വരുന്നു. വചനം വായിക്കുമ്പോൾ ഉടനെ കോട്ടുവാ തുടങ്ങിയാണ്. ബൈബിള് തുറന്നാൽ ഉടനെ ഈ സാധനങ്ങൾ എല്ലാവരും കൂടി നമ്മെ കാത്ത് വരികയാണ്. എന്നാൽ മറ നീങ്ങിക്കഴിഞ്ഞാൽ ബൈബിള് തുറന്നാൽ മുഴുവനും. ഒരിക്കൽ പാസ്റ്റർ എം.എ. വർഗീസ് ഒരു വാക്യമാണ് വായിച്ചത്, 1 വർഷം പ്രസംഗിച്ചു. അതാണ് സഭാ വളർച്ചയ്ക്ക് കാരണമായി അന്ന് തീർന്നത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ വരട്ടെ, നിൽക്കുന്ന ദൈവം എന്ന ഒരു വിഷയം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. തീരുന്നില്ല, പ്രസംഗിക്കുന്നതോറിങ്ങനെ വരികയാണ്. ഇതാണ് മറ നീങ്ങുക എന്ന് പറയുന്നത്. ചില വാക്യങ്ങൾ നിന്റെ അകത്തോട്ട് കയറിയാൽ ആ മറകൾ അങ്ങോട്ട് മാറിപ്പോകും. പിന്നെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ വചനങ്ങൾ തുറന്നു വരികയാണ്. ഇതുപോലെ പറയാനുള്ളത് ഇങ്ങനെ വായിൽ വരികയാണ്. ഒന്ന് പറഞ്ഞാൽ പുറകെ വരികയാണ്, അടുത്തത് പുറകെ വരികയാണ്. നീ വാ തുറക്കുമ്പോൾ പറയാനുള്ളത് നിന്റെ വായിൽ വരികയാണ്. പൗലോസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കേണ്ടതിന് വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് പറയേണ്ടത് എൻ്റെ വായിൽ വരണം, വിടുതൽ എൻ്റെ വായിൽ വരണം, അത്ഭുതങ്ങൾ എൻ്റെ വായിൽ വരണം, അടുത്ത വചനം എൻ്റെ വായിൽ വരണം, അടുത്ത ദൂത് എൻ്റെ വായിൽ വരണം. നീ ഒരു വീട്ടിൽ ചെന്നാൽ, നീ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അടുത്ത വാക്കുകൾ, ആ വ്യക്തിയുടെ ചരിത്രം നിന്റെ വായിൽ വരികയാണ്. ഇതുപോലൊരു ചരിത്രം നിന്നിൽ നിന്ന് ആരംഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ കൂടെ വാസ്തവമായിട്ട് ദൈവമുണ്ടെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ പലരും വീണ് കിടക്കാൻ പോവുകയാണ്. വാസ്തവമായി നിന്റെ വായിലൂടെ പുറപ്പെടുന്നത് യേശുവിന്റെ വചനമാണെന്ന് അവർ കാണാൻ പോവുകയാണ്. നീ പറയേണ്ടത് മാത്രം നിന്റെ വായിൽ വരാൻ പോവുകയാണ്. എഫേസ്യർ 6:10 ഞാൻ പറഞ്ഞത്. പൗലോസ് പറയാണ് എഫേസ്യർ 6:19, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ. മർമ്മം
അതായത് മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷത്തിൽ മറഞ്ഞു കിടക്കുന്ന കുറെ കാര്യമുണ്ട്, ആർക്കും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അത് എനിക്ക് വേണം. മറഞ്ഞു കിടക്കുന്നത് തുറന്നു വരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ ശുശ്രൂഷകനായ എനിക്ക് വേണ്ടി, എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് കഥ പറഞ്ഞുകൊണ്ട് പോകാതെ, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വായിൽ വരേണ്ടതിന് ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. വാ തുറക്കുമ്പോൾ പറയേണ്ടത് മാത്രം വായിൽ വന്നാൽ എങ്ങനെയുണ്ടാകും? യേശുവിൻ്റെ വായിൽ അതായിരുന്നു. ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു, യേശുവിൻ്റെ മുമ്പിൽ തള്ളിയിട്ടു. യേശു നിലത്ത് ഇരിക്കുകയായിരുന്നു. ഈ ശിഷ്യന്മാരെവിടെ പോയെന്ന് അറിയുന്നില്ല, അവരെ കാണുന്നില്ല. ഈ വിഷയത്തിൻ്റെ ഇടയിൽ അവർ പതുക്കെ എഴുന്നേറ്റ് സ്ഥലം വിട്ടാണെന്ന് അറിയില്ല. കാരണം ഏറ്റവും ഒടുവിൽ ആ സ്ത്രീയും യേശുവും മാത്രം തനിയെ ശേഷിച്ചു എന്നാണ്. ഈ പത്രോസ് എവിടെ പോയി? ആ യോഹന്നാൻ എന്തിയെ? മാറിച്ചാരുന്ന പുള്ളിയെ കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി അറിയില്ല. യേശു അവിടെ ഇരിക്കുന്നു. കുറെ പേര് കല്ലുമായിട്ട്, ആയിരക്കണക്കിന് ആൾക്കാർ കല്ലുമായിട്ട് വന്നിരിക്കുകയാണ്. മോശ പറയുന്നു, ഈ വ്യഭിചാരം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്തു പറയുന്നു? അപ്പൊ ഇവളെ വെറുതെ വിടണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കൊല്ലാം. മോശയുടെ ന്യായപ്രമാണത്തിന് വിരോധമായി ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നുള്ള വാർത്ത കിട്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നു. യേശു ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ യേശു ഒരൊറ്റ വാക്ക് പറഞ്ഞു, തല ഉയർത്തിയിട്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരു 1, 2, 3 എന്ന് പറഞ്ഞ് ഒന്നിച്ചെറിയുമായിരുന്നു. കാരണം ആ വാക്ക് അങ്ങനെയാണ്. എന്നാൽ യേശു ഒരൊറ്റ വാക്ക്, ആ പറഞ്ഞ വാക്ക്, തക്ക സമയത്ത് പറയുന്ന വാക്ക്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് എറിയുന്ന ആളാരാണ്? അപ്പൊ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാണ്. ഒന്നാമത് ആരാണ് ഒന്നാമത് എറിയുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ? അവിടെ നമ്മൾ വായിക്കുന്നു, മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം മൂത്തവർ മുതൽ ഇളയവർ വരെ ആ കല്ല് താഴെ ഇട്ടേച്ച് പോയി. കാരണം അവരുടെ മനസാക്ഷിക്കകത്തേക്ക് ആ വാക്ക് ഇടിച്ചു കയറി. മനസാക്ഷി, എല്ലാവരും ഇത് പറഞ്ഞേ, മനസാക്ഷി. അപ്പം നമ്മുടെ മനസാക്ഷിയും രക്ഷിക്കപ്പെട്ടവരുടെ മനസാക്ഷിയും ലോകക്കാരുടെ മനസാക്ഷി രണ്ടാണ്. രക്ഷിക്കപ്പെട്ടവരുടെ മനസാക്ഷി വളരെ മൃദുലമാണ്, അങ്ങനെ ആയിരിക്കട്ടെ. രക്ഷിക്കപ്പെടാത്തവരുടെ ഇത് കഠിനമാണ്. അപ്പോൾ കർത്താവ് നമുക്ക് പുതിയൊരു ഹൃദയം തരുമെന്ന് പറഞ്ഞു. കല്ലായിട്ടുള്ളത് മാറ്റി മാംസളമായി, അതായത് നല്ല ഒരു ഹൃദയം. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും നമ്മുടെ അകത്ത്, അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ, അതിൻ്റെ പേരാണ് നല്ല മനസാക്ഷി. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, നീ നല്ല മനസാക്ഷിയുള്ളവനായിരിക്കണം. പൗലോസ് പറയുന്നു, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞെന്ന്. ഒരിക്കലും നല്ല മനസാക്ഷി കളയരുത്. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും നമുക്കൊരു വിഷമം ഉണ്ടാകണം. ദാവീദ് ശൗലിൻ്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുത്തു. ഒരു തെളിവ് കൊടുക്കാനായിരുന്നു. ശൗല് ദാവീദിനെ കൊല്ലാൻ വന്ന് അന്വേഷിച്ച് ദാവീദ് ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ മുമ്പിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ ഉറക്കം വന്നു, അവിടെ കിടന്നുറങ്ങി. ദാവീദിന് വേണമെങ്കിൽ ശൗലിനെ കൊല്ലാം, എന്നാൽ ശൗലിൻ്റെ അപ്പൊ ദൈവം അവർക്കൊരു ഗാഢനിദ്ര വരുത്തിയെന്ന്. അങ്ങനെ ശൗലും സൈന്യവും കിടന്നുറങ്ങുമ്പോൾ ദാവീദും അബിശായി എന്ന പട്ടാളക്കാരും കൂടി അവിടെ ചെന്ന് ദാവീദ് ആ കുന്തം, ഈ ശൗലിൻ്റെ കുന്തമെടുത്തു, വെള്ളത്തിൻ്റെ പാത്രമെടുത്തു, പോരാത്തിന് അടയാളത്തിന് ഈ വസ്ത്രത്തിൻ്റെ ഒരറ്റം മുറിച്ചെടുത്തു. എന്നിട്ട് അപ്പുറത്തെ മലയിൽ പോയി നിന്നിട്ട്, രാജാവ് എന്തിനാണ് എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, ഞാൻ നിന്നെ കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ശൗല് മാനസാന്തരപ്പെട്ടു. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. എങ്കിലും അവൻ അല്പം, എൻ്റെ മോനെ എന്നോട് ക്ഷമിക്കണോടാ, നീ രാജാവാകോടാ, ഈ ഒരു കുശുമ്പ് കൊണ്ടാണ് ഈ കൊല്ലാൻ നടക്കുന്നത്. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ രസകരമാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, ഈ ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചത് കൊണ്ട് ദാവീദിൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങിയെന്ന്. മനസാക്ഷിക്ക് എന്തുണ്ടായി? ഒരു കുത്തലുണ്ടായി. ദാവീദ് ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം, കാരണം ഒരു അഭിഷിക്തനാണ്.
എന്നാൽ അഭിഷേകം പോയവനാണ്, ദുരാത്മാവ് ബാധിച്ചവനാണ്. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞില്ല. ഒരിക്കൽ ദൈവം അഭിഷേകം ചെയ്ത ഒരാൾ ഇനി എത്ര കൃപയെന്ന് പോയാലും അവനെ നമ്മളായിട്ടൊന്നും പറയാം, അത് ദൈവമായിട്ടുള്ള കാര്യമാണ്. അന്യന്റെ ദാസനെ കുറിച്ച് നമ്മൾ പറയണ്ട. 1 ശമൂവേൽ 24:5 ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞത് കൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. അപ്പൊ നമ്മുടെ ഹൃദയം എപ്പോഴും അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം വളരെ ഒരു വളരെ ലോലമായിരിക്കണം. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അസ്വസ്ഥത തോന്നണം. ഇത് വലിയ തെറ്റ് ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല. എത്ര മോശം കാണിച്ചാലും ഹൃദയത്തിൽ ഒരു കുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് എവിടെയോ അകന്നു കഴിഞ്ഞു, എവിടെയോ അപാകതകളുണ്ട്. മനസാക്ഷി കലങ്ങിപ്പോകരുത്, നല്ല മനസാക്ഷി നഷ്ടപ്പെടരുത്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. അവൻ്റെ മനസാക്ഷി കുത്തി തുടങ്ങി. പഴയ നിയമത്തിലെ പാപവും പുതിയ നിയമത്തിലെ പാപവും 2 രീതിയാണ്. പഴയ നിയമത്തിലെ പാപം കുലപാതകം ചെയ്യണം, ഒരു വാളെടുത്ത് വെട്ടി കൊല്ലണം, എന്നാലേ കുലപാതകനാകൂ. പുതിയ നിയമത്തിലോ സഹോദരനോട് എന്ത് പറഞ്ഞാൽ മതി? നിസാരാന്ന് പറഞ്ഞ കൊലപാതകനാണ്. മൂടാന്ന് വിളിച്ചാലോ തീർന്നു. നമ്മൾ മൂടാന്ന് വിളിക്കില്ല, പൊട്ടാന്ന് പറയും. കാരണം മൂടാന്ന വാക്ക് നമ്മൾ കഴിയുന്നത് ഒഴിവാക്കും. കാരണം അത് കർത്താവിന് ഇഷ്ടമല്ലെന്നറിയാം. അതുകൊണ്ട് നമ്മൾ പൊട്ടാന്ന് പറയും. ഇത് എൻ്റെ വായിൽ എപ്പോഴും വരും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവെ പൊട്ടാന്ന് വിളിക്കുന്നു. ചിലരെ സ്നേഹം കൊണ്ട് വിളിക്കുന്ന, ഹൃദയത്തിൽ കൊണ്ട് പറയുന്നതല്ല, പക്ഷെ നമ്മുടെ ഒരു ജീവിത ശൈലിയാണ്. കർത്താവ് പറയുകയാണ്, പഴയ നിയമത്തിൽ ഒരാക്ഷൻ ഉണ്ടെങ്കിലേ അത് പാപമാകും. പുതിയ നിയമത്തിലോ ആറ്റിറ്റ്യൂഡേ പാപമാണ്. ഉള്ളിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ പുതിയ നിയമ വിശ്വാസ ജീവിതം എത്ര ഭയങ്കരമാണ്. പഴയ നിയമത്തിൽ ഒരു വ്യഭിചാരം ചെയ്താലേ അത് വ്യഭിചാരമാകും. ഇപ്പോൾ ഹൃദയം കൊണ്ടൊന്ന് മോഹിച്ചാൽ മതി, വേറൊന്നും വേണ്ട. വെറുതെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ അത് പാപമാണ്. അതായത് ആറ്റിറ്റ്യൂഡ്, ആക്ഷനും. പഴയ നിയമം ആക്ഷൻ ആണെങ്കിൽ പുതിയ നിയമം മനോഭാവമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നിങ്ങനെ ചിന്തിച്ചാൽ പോലും പാപമാണ്. യേശു അവരുടെ മനസാക്ഷിയെ പിടിച്ച് ഇളക്കി. അതാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അവരുടെ മനസാക്ഷി എന്ന കടന്നൽ കൂടിനെ കർത്താവ് അങ്ങട് ഈ വചനമെറിഞ്ഞങ്ങട് ഇളക്കി. അവരെല്ലാം സ്ഥലം വിട്ടു. മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓരോരുത്തരായിട്ട് പോയി കളഞ്ഞെന്നാണ്. എല്ലാവരും, മൂത്തവർ മുതൽ. കാരണം മൂത്തവരാണ് കടുകെട്ടി കഠിന മനസാക്ഷിയുള്ളത്. അവരാദ്യം പോയി. അങ്ങനെ മൂത്തവർ മുതൽ യോഹന്നാൻ 8:9 യോഹന്നാൻ തന്നെ എഴുതി വച്ചിരിക്കുന്നേ. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ആക്ഷേപ ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീ ശേഷിച്ചു. അപ്പൊ മാറിച്ചാരുന്ന യോഹന്നാൻ എഴുതിയ പുള്ളി പോലെ അവിടെയില്ല. കർത്താവ് കാരണം ഇങ്ങനെയുള്ള വലിയ പ്രശ്നത്തിൽ നിന്ന് അവർ ആ സമയത്ത് പൊറോട്ടയും ബീഫും മേടിക്കാൻ പോകും. ശമരിയക്കാരിയോട് യേശു സംസാരിക്കുമെന്ന് കണ്ടപ്പോൾ അവര് ഇവിടെ നിന്ന പന്തിയല്ല, ഈ പെണ്ണാള് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് സ്ഥലം വിട്ടു. ആ സമയത്ത് ആരില്ല? ശിഷ്യന്മാരില്ല. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ ബൈബിളിലാണ് ഇങ്ങനെയൊക്കെ കണ്ടത്. നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓരോരുത്തരും പോയി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസാക്ഷിക്കകത്തൊരു ചെറിയ ഒരു കളങ്കം കിടക്കാൻ പോലും നമ്മൾ ഇടയാക്കരുത്. നമ്മുടെ മനസാക്ഷിയിൽ എപ്പോഴും ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ദൈവകൃപയുള്ള വ്യക്തിയാണ്, അങ്ങനെയുള്ളവർ വെളിപ്പാടുകൾ കാണാൻ തുടങ്ങും. നല്ല മനസാക്ഷി, ഹൃദയം നന്നായി സൂക്ഷിക്കുന്നവർ, ഹൃദയം എപ്പോഴും കപടവും വിഷവുമുള്ളതാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു നല്ല ദർശനം കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ, നാളുകൾ കാണണമെങ്കിൽ,
ഇന്നലകളെ, മറ്റുള്ളവരുടെ ഇന്നലകൾ. യേശുവിൻ്റെ അടുത്ത ശമര്യക്കാരി വന്നു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരി. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ശരിയെന്നെങ്കിലും പറഞ്ഞല്ലോ. ഇന്ന് വരെ നീ ചെയ്തത് മുഴുവൻ തെറ്റെന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞത്. യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരി. അടുത്ത കാര്യം, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല, ഇന്നലകൾ കാണുന്നു. യേശുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നാൽ യേശു അവരുടെ ഇന്നലകൾ കാണുകയാണ്. മാത്രമല്ല അവരുടെ നാളെകളും യേശു കാണുകയാണ്. ഇന്നലകൾ മാത്രം പറഞ്ഞു വിടുന്നവനല്ല യേശു, നാളെകൾ കൂടി ഉറപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് പത്രോസ് പറഞ്ഞ, പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. കർത്താവ് അവൻ ഇന്നത്തെ അവസ്ഥ പറഞ്ഞു, നീ ബെറിയോന ശീമോനാണ്. ഇന്നത്തെ അവസ്ഥ അതാണ്. നീ തുളുമ്പുന്നവനാണ്, നിനക്കൊരു സ്ഥിരതയില്ല. ഇന്ന് നിറയെ മീൻ കിട്ടിയാൽ നാളെ ഒന്നുമില്ല. ഇന്നത്തെ കാശ് നാളെയാകുമ്പോൾ തീരുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ല, ഒരു സ്ഥിര വരുമാനമില്ല, നിനക്കൊരു സ്ഥിരം ജീവിതമില്ല. നിനക്കൊരു കുടുംബമുണ്ട്, പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നീ ഒരു ശീമോനാണ്, എന്നാൽ നീ പത്രോസാകും. അവന്റെ നാളെയെ കർത്താവ് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇതിന്റെ പേരാണ് വെളിപ്പാട്. ഒരുവനെ കണ്ടാൽ അവന്റെ നാളകൾ കൂടി പറയാനുള്ളത് ദൈവം നിന്റെ മേൽ അഭിഷേകമായി തരും. കൈകൾ അടിച്ച് യേശുവിനെ ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. ഇന്ന് വിശ്വസിക്കണം, ഇത് എന്നിൽ ഉത്ഭവിക്കും, ഇത് എന്നിൽ നടക്കും. ബൈബിളിൽ ഒരാൾക്കെങ്കിലും നടന്നെങ്കിൽ, ഈ ഭൂമിയിൽ ഒരാളെങ്കിലും ദർശനം കണ്ടെങ്കിൽ, മോശ തൻ്റെ കർത്താവിൻ്റെ പിൻഭാഗം കണ്ടെങ്കിൽ, യോഹന്നാൻ യേശുവിൻ്റെ ആ ദൈവത്തിൻ്റെ മുൻഭാഗം കണ്ടെങ്കിൽ, എനിക്കും ചിലതൊക്കെ കാണണം. എനിക്ക് കർത്താവിനെ ഒന്ന് കാണണം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ വേണം. എനിക്ക് ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ആ വലിയ കാഴ്ച കാണണം. ഇങ്ങനെയുള്ള വിശ്വാസവുമായി ചിലരെ ദൈവം ഇതിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. അവരുടെ സീസൺ തുടങ്ങാൻ പോകുന്നേയുള്ളൂ. ഇന്ന് വരെ ഇരുന്നവർ, നിങ്ങളത് എഴുന്നേറ്റ് പ്രാപിക്കുന്ന നാളുകൾ മുന്നിലുണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഇന്നൊന്നും കാണുന്നില്ല, ഇന്ന് ശൂന്യത മാത്രമാണ്. ഇന്ന് ഒരു ദാരിദ്ര്യാവസ്ഥയാണ്. ആത്മീക ദാരിദ്ര്യം. വെളിപ്പാടില്ല, ദർശനമില്ല. നല്ല സ്വപ്നത്തിന് പകരം മരണ അപകട സ്വപ്നങ്ങളാണ്. ഈ സീസൺ മാറാൻ പോകുകയാണ്. ഈ സമയം തീർന്നു. നിന്റെ അങ്ങനെയുള്ളൊരു സമയം കഴിഞ്ഞു. ഇന്ന് മുതൽ നിന്റെ മേൽ ഒരു പുതപ്പ് വീഴുകയാണ്. ഒരു പുതിയ പുതപ്പ്, ഒരു ഉയർച്ചയുടെ പുതപ്പ്, ഒരു പകർച്ച. ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ ഞാനതിവിടെ വിശ്വസിച്ച് വിളിച്ചു പറയുന്നു. ഈ സഭയുടെ മേൽ ഞാനതിനെ വിളിച്ചു വരുത്തുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. അത് ഈ സഭയുടെ അവകാശമാണ്. ബൈബിളിൽ പറയുന്ന സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളും ഈ സഭയുടെ മേൽ വരട്ടെ. അബ്രഹാമിന്റെ മുഴുവനും അനുഗ്രഹങ്ങളും ഈ സഭയുടെ മേൽ വരണമെന്നുള്ളത് ഞങ്ങൾ വിശ്വാസത്താൽ വിളിച്ചു വരുത്തുന്നു. റോമർ 4:17 പോലെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം.